കോഴിക്കോട് ജില്ലയിൽ വെസ്റ്റ് നൈൽ പനിയുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. നിലവിൽ ജില്ലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. ജില്ലയിൽ പനി സ്ഥിരീകരിച്ച 5 കേസുകളിൽ 4 പേരും ആശുപത്രി വിട്ടു. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ ജില്ലാ ആരോഗ്യവകുപ്പിലെ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നുമുണ്ട്. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ പറയുന്ന ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് ആശങ്ക വേണ്ട, മുൻകരുതൽ മതി എന്നുള്ളതാണ്. ഇപ്പോൾ ജില്ലയിൽ ഇപ്പോഴത്തെ പശ്ചാത്തലം എന്താണ്? ഈ വെസ്റ്റ് നൈൽ പനിയുടെ പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് എത്രത്തോളം ഊർജിതമാക്കിയിട്ടുണ്ട്? ഈ ഡിസ്ചാർജ് ചെയ്തവരുടെ എല്ലാം ആരോഗ്യസ്ഥിതി ഭേദപ്പെട്ടിട്ടുണ്ടല്ലോ സ്വാഭാവികമായും. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ലക്ഷ്മി, തീർച്ചയായും നിപ്പ വലിയൊരു ആശങ്കയായിരുന്നു കോഴിക്കോട് ജില്ലയിൽ ഉണ്ടാക്കിയിരുന്നത്. അതിനുശേഷം ആ ഒരു ആഘാതത്തിൽ നിന്നും മെല്ലെ ജില്ല മുക്തമാകുന്നതിനിടയിലാണ് മറ്റൊരു പനി കൂടി ഇവിടേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് വലിയ ആശങ്ക ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു. ആദ്യ സമയം തന്നെ ഈ കൊതുക് പരത്തുന്ന രോഗം എന്നുള്ള ഒരു വലിയ ആശങ്കയാണ് നിലവിലിരിക്കുന്നത്. നമുക്കറിയാം, ഈ മഴക്കാലം എത്തുന്നതിന് മുമ്പ് തന്നെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളൊക്കെ തന്നെ കൃത്യമായി നടത്തേണ്ട ആവശ്യകതയുണ്ട്. പക്ഷേ അതൊന്നും തന്നെ കൃത്യമായി നടത്തിയിട്ടില്ല. മിക്കയിടങ്ങളിലും ഈ തെരുവിലടക്കം ഈ മലിനജലം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ കൊതുകുകൾ പെറ്റുപെരുകുന്നതിനുള്ളൊരു സാഹചര്യം ജില്ലയിൽ എമ്പാടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൊതുക് പരത്തുന്ന ഒരു രോഗം എന്നുള്ള നിലയിൽ തന്നെ വലിയ ആശങ്ക ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. എന്തായാലും വലിയൊരു ആശങ്കയോടെ തന്നെ മുന്നോട്ട് പോകുകയാണ് ജനങ്ങൾ. പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിൽ ജില്ലയിൽ ഇല്ല എന്നാണ് ആരോഗ്യവകുപ്പും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും എല്ലാം തന്നെ പറഞ്ഞത്. എന്തായാലും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രോഗം നിയന്ത്രണ വിധേയമാണ് എന്നൊക്കെ തന്നെ പറയുന്നു. അതോടൊപ്പം തന്നെ 4 ഇടങ്ങളിലാണ് പ്രധാനമായും ഈ ഒരു പരിശോധനകൾ ഊർജിതമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട് നഗരപരിധിയിലാണ് ഈ 3 പേർക്ക് പനി സ്ഥിരീകരിച്ചത്. അതോടൊപ്പം തന്നെ നെന്മുണ്ടയും ഈ ഒരു പ്രദേശത്തും ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ മേഖലകളിലെല്ലാം തന്നെ കൃത്യമായ പരിശോധന നടത്തി മുന്നോട്ട് പോകാനാണ് ആരോഗ്യവകുപ്പിന് തീരുമാനം. അതോടൊപ്പം തന്നെ ഈ ഹോട്ട്സ്പോട്ടുകളൊന്നും തന്നെ നിലവിൽ പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ ഇല്ല എന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്നലെ വിശദമായ അവലോകന യോഗം അതോടൊപ്പം തന്നെ ജില്ലയിലെ സ്ഥിതിഗതികളെക്കുറിച്ച് കൃത്യമായ ഒരു അവലോകനം ജില്ലാ ഭരണകൂടത്തിൻ്റെയും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. ആരോഗ്യമന്ത്രിയും ഈ വിഷയത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. 5 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 4 പേരും ആശുപത്രി വിട്ടിട്ടുണ്ട്. ഒരാൾ മാത്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിയുന്നത്. നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചു പോലെ ഈ ആശുപത്രി വിട്ട 4 പേരുടെയും ആരോഗ്യനില അതോടൊപ്പം തന്നെ ആരോഗ്യത്തിൽ യാതൊരു തരത്തിലുള്ള ആശങ്കയും വേണ്ട എന്നാണ് ആശുപത്രി അധികൃതരും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും എല്ലാം തന്നെ പറയുന്നത്. എന്തായാലും ഒരാൾക്ക് കൂടി ഈ പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിവരം. എന്തായാലും നിപ്പ വലിയൊരു ആശങ്കയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും പനി കൂടി എത്തുന്നതോടെ വലിയ രീതിയിലേക്ക് വരുന്നു. ഇതുകൂടാതെ തന്നെ മഞ്ഞപ്പിത്തം അടക്കമുള്ള രോഗങ്ങളും ജില്ലയിൽ പകരുന്നു. മലിനജലം അടക്കം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ട്. അതോടൊപ്പം തന്നെ കുടിക്കാൻ യോഗ്യമല്ലാത്ത വെള്ളം കുടിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ പടരാനുള്ള കാര്യങ്ങൾ. ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള തന്നെ സമഗ്രമായ ഒരു പഠനം ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഈ വൈകിയ വേളയിലാണെങ്കിലും നടത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വരും ദിവസങ്ങളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കി ഉറവിടങ്ങളിൽ തന്നെ കൃത്യമായ പരിശോധനകളിലൊക്കെ തന്നെ നടത്തി കൂടുതൽ ആളുകളിലേക്ക് രോഗം വ്യാപിക്കാതിരിക്കാനുള്ള നടപടിയിലേക്ക് പോകുന്നു. മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരില്ല ഈ പനി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി കൊതുക് നിർമ്മാർജ്ജനം എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് കടക്കാനാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും തീരുമാനം. ലക്ഷ്മി.